അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 29 ഏപ്രിൽ, അതുപോലെ ദുൽഖഅദ 11. നിസ്കാരമൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. കുറച്ച് വെളിച്ചമൊക്കെ വന്ന് പുറത്ത് ഇങ്ങനെ കഅബാലയത്തിൻ്റെ അകത്ത് മത്താഫിൻ്റെ നേരെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ 79ൻ്റെ ഭാഗത്ത് ഇവിടെ ഇരിക്കുകയാണ്. എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഅബാലയം കണ്ണിറയെ കാണുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. കുറേ ഹജ്ജാജിമാരുണ്ട് ഈ വർഷത്തെ ഇവിടെയൊക്കെ, പ്രൈവറ്റിലും ഗവൺമെൻറ്റിലൊക്കെ വന്നവരൊക്കെ. എന്നാലും അവരുടെ ഹജ്ജ് അള്ളാഹു മബ്രൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരൊക്കെ അവരുടെ അള്ളാഹു സ്വർഗ്ഗപ്പവും കവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്. പഠിച്ചവൻ അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉപ്പമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. ഈ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരെ സംരക്ഷിക്കുന്ന മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ വർഷത്തെ ഹാജിമാരൊക്കെയാണ്, ഇവർ സംസമൊക്കെ കുടിക്കുകയാണ് അവിടെ ഇരുന്ന്. ഏതായാലും ഞാൻ നടന്ന് പുറത്തേക്ക് പോവാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് പോയി അവരവരുടെ റൂമുകളിലേക്ക്. കുറച്ച് ഹാജിമാരൊക്കെ ഉണ്ട്, അവിടെ സംസം വെള്ളമൊക്കെ കിട്ടും. ഏതായാലും സംസം വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത്. തണുത്ത സംസം ഈ പരിശുദ്ധമായ കഅബാലയം നോക്കിയിട്ട് ഇങ്ങനെ കുടിക്കണം. അങ്ങനെ സംസമൊക്കെ കുടിച്ച് പുറത്തേക്ക് പോട്ടോ.